നമ്മുടെ വണ്ടിയുടെ എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റായിട്ട് ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ഓയിൽ മാറ്റി അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ശരിക്കും പറഞ്ഞ സ്ക്രീൻ ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലോക്ക് ആകുന്നുണ്ടോ. കാരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന കോട്ടൺ വേസ്റ്റിൻ്റെയും അതേപോലെ ഉള്ള നമുക്ക് പുറത്തെന്തെങ്കിലും അഴിച്ചിട്ട് കയറ്റുന്ന സമയത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടാവും അതിനകത്ത്. അത് ഈ ഫിൽറ്ററിലൊന്ന് ബ്ലോക്ക് ആവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഓയിൽ ചേഞ്ചിൻ്റെ കൂട്ടത്തിൽ ഫിൽറ്റർ ക്ലീനിങ് മസ്റ്റായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ കേസ്. അതിപ്പോൾ എൻജിൻ വർക്ക് കഴിഞ്ഞാൽ അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളൊന്ന് അഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലെ അത്യാവശ്യം കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഒന്ന് കറക്റ്റ് ചെയ്ത് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ്റെ ലൈഫ് നല്ല രീതിയിൽ കിട്ടും. സ്വാഭാവികമായിട്ടും തിരക്കായതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും ആരും ചെയ്യില്ല. അപ്പോൾ അത് ചെയ്തു പോയാൽ എൻജിൻ ലൈഫിന് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അതും അതിൻ്റെ റോട്ടർ ഫിൽറ്റർ കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. എൻജിൻ്റെ ഉള്ളിലൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഒരു 2-3 ഓയിൽ ചേഞ്ച് കഴിയുമ്പോൾ ഗ്യാപ്പ് പോലെ നിർത്തിയിട്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക, എയർ ഫിൽറ്റർ പ്ലഗ് ഇതൊക്കെ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എൻജിൻ ലൈഫ് നല്ല രീതിയിൽ കിട്ടും. ഓക്കെ.